നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി വെറും മണിക്കൂറുകൾ എന്ന് പറയാനില്ല, കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനായിട്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് തലസ്ഥാനം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഒരു വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു കാര്യമാണ് ഇന്ന് തിരുവനന്തപുരം മേയറായിട്ടുള്ള വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് എയർപോർട്ടിൽ എത്തിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു ചരിത്ര മുഹൂർത്തമാണ് വി രാജേഷ് ഒഴിവാക്കുന്നത്. അത് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ കാട്ടിയ ഒരു ആനമണ്ടത്തരം കാരണമാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. മുൻപ് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ തിരുവനന്തപുരം സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിരുന്നു. അത് 2021 സംഭവം ഉണ്ടായത്. അന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഔദ്യോഗിക വാഹനം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് മേയർ വിമാനത്താവള സന്ദർശനം ഒഴിവാക്കിയത്. അതോടെ മറ്റൊരു വ്യക്തിക്ക് വിമാനത്താവളത്തിൽ മോദിയെ കാണാനും അവസരമൊരുക്കി. അതായത് മോദിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തെ ആദ്യ BJP മേയർ എത്തിയില്ല. അതിനു പകരം മേയറെ കാണാൻ പ്രധാനമന്ത്രി എത്തുന്ന തരത്തിലേക്ക് ചിത്രം മാറി. 2021 PN പണിക്കർ ഫൗണ്ടേഷന്റെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി കോവിന്ദ് തലസ്ഥാനത്തെത്തിയത്. ഗവർണറും മുഖ്യമന്ത്രിയും മേയറും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പിന്നീട് PN പണിക്കരുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ പൂജപ്പുര പാർക്കിൽ അനാവരണം ചെയ്യാനായി രാഷ്ട്രപതി യാത്ര തിരിച്ചു. 14 വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇതിലൊന്നാണ് മുഖ്യമന്ത്രി അടക്കം യാത്ര ചെയ്തത്. രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിനാൽ മേയറുടെ വാഹനവും VVIP വാഹന വ്യൂഹത്തിലേക്ക് കയറാൻ ശ്രമിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗം വരെ VVIP വാഹന വ്യൂഹത്തിനൊപ്പമാണ് മേയറുടെ വാഹനവും സഞ്ചരിച്ചത്. പിന്നീട് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ വാഹനം കയറി. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പോലീസിന് ഒരു റിപ്പോർട്ട് തേടി. ഇത് വലിയ വിവാദമായി. ഓവർടേക്ക് ചെയ്തായിരുന്നു അന്ന് ആര്യ രാജേന്ദ്രന്റെ കാർ മുമ്പോട്ട് കുതിച്ചത്. അന്ന് പൂജപ്പുരയിലെ ചടങ്ങിൽ വാട്ടർ കണക്ഷൻ നൽകാതെ ശുചിമുറി ഒരുക്കിയതും വിവാദമായി. രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാൻ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. ഇത് കാരണം ചടങ്ങ് 15 മിനിറ്റോളം വൈകി. ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കുകയാണ് മേയർ രാജേഷ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. 2 മണിക്കൂർ മാത്രമാണ് മോദിയുടെ തിരുവനന്തപുരം സന്ദർശനം. വിമാനത്താവളത്തിൽ നിന്നും അതിവേഗ റെയിൽവേ പരിപാടിക്ക് മോദി എത്തും. ഈ വേദിയിൽ മോദി എത്തുന്നതിന് മുമ്പ് മേയർക്ക് എത്തണമെങ്കിൽ ആര്യ രാജേന്ദ്രൻ അന്ന് ചെയ്തതുപോലെയുള്ള മണ്ടത്തരം ചെയ്യണം. പ്രധാനമന്ത്രിയുടെ യാത്രാ സമയം തിരുവനന്തപുരം മുഴുവൻ ഗതാഗത കുരുക്കിലാകാനും സാധ്യതയുണ്ട്. അതിനാൽ മറ്റു വഴികളിലൂടെ വേദികളിലേക്ക് എത്താനും സാധ്യത കുറവ്. അങ്ങനെ റോഡ് ഷോയിൽ അടക്കം പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം മേയർക്കുണ്ടാകുമായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് മേയർ വിമാനത്താവളം ഒഴിവാക്കുന്നത്. 2021 രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് തിരുവനന്തപുരം മേയറുടെ വാഹനം കയറ്റാൻ ശ്രമിച്ചത് ഗൗരവതരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അന്ന് പ്രതികരിച്ചിരുന്നു. രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഇതര വാഹനം കയറിയത് സുരക്ഷാ വീഴ്ചയാണ്. മേയർക്കും കുറ്റക്കാർക്കുമെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. ഇതിലെ പ്രോട്ടോകോൾ ലംഘനം മനസ്സിലാവാത്തത് മേയർക്ക് മാത്രമാണ്. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വലിയ വീഴ്ചയാണ് വരുത്തിയത്. അദ്ദേഹത്തിന്റെ ശുചിമുറിയിൽ വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ്. കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ആരോപിച്ചിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി BJP നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ തലസ്ഥാനത്ത് എത്തുന്നത്. എന്നാൽ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന വിശിഷ്ട അതിഥികളുടെ പട്ടികയിൽ മേയർ വി രാജേഷ് ഉൾപ്പെട്ടിട്ടില്ല എന്നതും ഞെട്ടലായിരുന്നു. എന്നാൽ പിന്നീടാണ് അതിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഉന്നത ഉദ്യോഗസ്ഥർ, NDA നേതാക്കൾ തുടങ്ങി 22 പേരാണ് സ്വീകരണ പട്ടികയിലുള്ളത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പൊതുപരിപാടികളിലും താൻ വേദിയിലുള്ളതിനാലാണ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാനത്താവളത്തിലെ സ്വീകരണം ഒഴിവാക്കിയതെന്നും മേയറുടെ ഓഫീസ് വിശദീകരിച്ചു. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ നഗരത്തിലെത്തിക്കുമെന്ന BJP
BJP നേതൃത്വത്തിന്റെ വാഗ്ദാനം പാലിക്കപ്പെടുന്ന സന്ദർശനമാണിത്. മേയർ VV രാജേഷ് നഗരവികസനത്തിനായുള്ള സമഗ്ര രേഖ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് കൈമാറും. അതോടൊപ്പം കേരളത്തിൽ അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിക്കും. തിരുവനന്തപുരം ടു താമ്പരം, തിരുവനന്തപുരം ടു ഹൈദരാബാദ്, നാഗർകോവിൽ ടു മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ ടു തൃശൂർ പാസഞ്ചറുമാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. BJP മേയർ മോദിയെ സ്വീകരിക്കുമെന്നായിരുന്നു പ്രചാരണം. എന്നാൽ ഉദ്ഘാടന വേദിയിലെ സംവിധാനങ്ങൾ ഒരുക്കാനും മുന്നിലുള്ളത് മേയറാണ്. ഇതുകൂടി പരിഗണിച്ചാണ് മേയർ വിമാനത്താവളത്തിലേക്ക് പോകാത്തത്. BJPയുടെ തീരുമാനം കൂടിയാണിത്. ഓവർബ്രിഡ്ജ് മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന വൻ റോഡ് ഷോയും തുടർന്ന് BJPയുടെ പൊതുസമ്മേളനവും നടക്കും. ഇതിനു മുന്നോടിയായി നഗരത്തിൽ കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ നേതാവ് ഇന്ന് BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമാണുള്ളത്. ഇതും രാജേഷിന്റെ വിട്ടുനിൽക്കലിന് കാരണമായി എന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു നവീകരണ സംരംഭകത്വ കേന്ദ്രത്തിന് അടിത്തറയിടുന്നതിനും 4 പുതിയ ട്രെയിൻ സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിനുമാണ് സന്ദർശനം. തെരുവ് കച്ചവടക്കാർക്കുള്ള സാമ്പത്തിക പദ്ധതിയുടെ അടുത്ത ഘട്ടമായി പ്രധാനമന്ത്രി സ്വാനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണം പിടിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. റെയിൽ കണക്ടിവിറ്റിക്ക് ഒരു പ്രധാന ഉത്തേജനമായി കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവയ്ക്കിടയിലുള്ള ദീർഘദൂര പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും BJP ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി സ്വാനിധി വായ്പകൾ മോദി വിതരണം ചെയ്യും. ശാസ്ത്ര നവീകരണ മേഖലയിൽ തിരുവനന്തപുരത്ത് CSIR NIST ഇന്നോവേഷൻ ടെക്നോളജി എന്റർപ്രണർഷിപ്പ് ഹബിന് മോദി തറക്കല്ലിടും. ലൈഫ് സയൻസിലും ബയോ എക്കണോമിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഹബ്ബ് ആയുർവേദം പോലുള്ള പരമ്പരാഗത വിജ്ഞാന സംവിധാനങ്ങളെ ആധുനിക ബയോടെക്നോളജി, സുസ്ഥിര പാക്കേജിംഗ്, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയുമായി സംയോജിപ്പിക്കുകയും സ്റ്റാർട്ടപ്പ് സൃഷ്ടി, സാങ്കേതിക കൈമാറ്റം, ആഗോള സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഗവേഷണത്തെ വിപണിക്ക് തയ്യാറായ പരിഹാരങ്ങളിലേക്കും സംരംഭങ്ങളിലേക്കും മാറ്റുന്നതിനുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കും. തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിസിൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന് മോദി തറക്കല്ലിടും. സങ്കീർണമായ മസ്തിഷ്ക വൈകല്യങ്ങൾക്ക് വളരെ കൃത്യമായ കുറഞ്ഞതുമായ ആക്രമണാത്മക ചികിത്സ നൽകുന്നതിനും പ്രാദേശിക തൃതീയ ആരോഗ്യ സംരക്ഷണ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ സൗകര്യം സഹായിക്കും. തിരുവനന്തപുരത്ത് പുതിയ പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പൗരകേന്ദ്രീകൃത സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സമഗ്രമായ തപാൽ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ആധുനികവും സാങ്കേതിക അധിഷ്ഠിതവുമായ ഈ സൗകര്യം സഹായിക്കും.